ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു A4 പേപ്പറിൽ എങ്ങനെയാണ് ഗൈഡ്ലൈൻസ് ഇട്ടെടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളിതിനെക്കുറിച്ച് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒന്നുകൂടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴും പലർക്കും അറിയത്തില്ല, എങ്ങനെ വരയ്ക്കാന്നുള്ള കാര്യം അറിയത്തില്ലാത്തവരുണ്ട്. അതുപോലെ ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ A4 വരച്ചിട്ട് കണ്ടിട്ട് അതുപോലെ അവർ വരച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, അതായത് ഗൈഡ്ലൈൻസ് വരച്ചിട്ട് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പേപ്പറിൽ വരച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതലും ചെയ്തേക്കുന്നത് A4 തന്നെയാണ്. നമ്മൾ A3 പേപ്പറിലൊന്നും വരച്ചിട്ടേ ഇല്ല. നമ്മൾ വരച്ചേക്കുന്നതെല്ലാം A4 തന്നെയാണ് കൂടുതലും വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ സൈസിലും കാര്യത്തിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ അളവ് നമ്മളിപ്പം ഈ ഇടയ്ക്കാണ് കുറച്ചായിട്ട് നമ്മളിപ്പം ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഓരോ കോളവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ച് എടുത്ത സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് വലത്തേക്ക് 7 കോളംസും താഴേക്ക് 10 കോളംസും മറ്റുമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടെ ചെറുതായിട്ട് കോളംസ് വരയ്ക്കുന്നതാണ് കുറച്ച് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ വന്നിട്ടാണ് ഞാനിപ്പം 2 സെൻറ്റിമീറ്റർ വെച്ച് എടുക്കുന്നത്. അപ്പം നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഗൈഡ്ലൈൻസ് വരച്ചിരിക്കുന്ന മാറ്റമുണ്ട്. പേപ്പർ നമ്മൾ സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഗൈഡ്ലൈൻസ് വരച്ചേക്കുന്നത് മാത്രം ചെറിയൊരു മാറ്റമുള്ളൂ. ആ സമയത്ത് നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തിരുന്നു, ഇപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നു. അത്ര ഒരു മാറ്റം മാത്രം വരുത്തിയിട്ടുള്ളൂ. അപ്പം ബാക്കിയെല്ലാം നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇനി തോന്നുന്ന സമയത്ത്, അതായത് ഗൈഡ്ലൈൻസ് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ ഇനിയുള്ള മുമ്പോട്ടുള്ള സമയത്തെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഗൈഡ്ലൈൻസ് വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. A4 പേപ്പർ തന്നെയായിരിക്കും വരയ്ക്കുക. അപ്പം പേപ്പർ നമ്മൾ ഐവറി പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഐവറി പേപ്പർ 210 GSM വരുന്ന പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ നമ്മളിപ്പം ഗൈഡ്ലൈൻസ് ആക്കി നമ്മൾ എടുത്തിരിക്കുന്ന പെൻസിൽ ക്യാമലിൻ്റെ പെൻസിലാണ്, ലെഡ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആർട്ട്ലൈൻ്റെ പെൻസിലാണ്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. അതായത് പേപ്പറും പെൻസിലും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രോയിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലാസ്സിനൊന്നും വലിയ റീച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ചാനലിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ഇല്ലയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ ആ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് പഴയ തന്നെ ഓരോ ഡ്രോയിങ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പം ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് താൽക്കാലികമായിട്ടൊന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡ്രോയിങ് പഠിക്കാൻ ഒരു 10 പേരെ ഉള്ളെങ്കിൽ പോലും, ഈ ഒരു ചാനലിൽ 10 പേരെ ഉള്ളെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി ക്ലാസ് എങ്ങനെ എടുത്ത് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇടയ്ക്ക്. അപ്പോൾ എങ്ങനെയാണ് ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി ഈ ഒരു ചാനലിൽ വന്ന ആൾക്കാരും നിരാശപ്പെടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ പ്രത്യേകം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ഡോട്ട് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് വരകൾ തമ്മിൽ ഒന്ന്, അതായത് ഡോട്ടുകൾ തമ്മിൽ ഒന്ന് കൂട്ടി മുട്ടിച്ച് വരച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ A4 പേപ്പറിൽ എങ്ങനെയാണ് ഗൈഡ്ലൈൻസ് വരയ്ക്കുക എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി നിങ്ങൾക്ക് തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം സംശയങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കുക, എൻ്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാ വഴി ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരിക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊന്ന് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കാൻ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഡ്രോയിങ് പഠിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഡ്രോയിങ് പഠിക്കാനുള്ളൊരു മനസ്സും അതുപോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഡ്രോയിങ് ഈസിയായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ.